നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. IPL ബയോളജിക്കൽസ് എന്നാണ്. ഇന്ന് നമ്മൾ വന്നത് ഒരു റെഡ് ബനാനയുടെ ഒരു തോട്ടത്തിലാണ്. ഈ തോട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മളുടെ റെഡ് ബനാന വെച്ചു. ആ ബനാന വെച്ചതിന് ശേഷം അതിൻ്റെ കൊല വെട്ടിയതിന് ശേഷം രണ്ടാമതും ആ സ്ഥലത്ത് തന്നെ അതിൻ്റെ കന്നുകളെ നിലനിർത്തിക്കൊണ്ട് രണ്ടാമതും വലുതാക്കി എടുത്തതാണ്. ഇപ്പോൾ കന്നുകൾ ഏകദേശം 8 മാസത്തോളം പ്രായമായിട്ടുള്ള കന്നുകളാണ് ഇപ്പോൾ ഈ തോട്ടത്തിലുള്ളത്. നമ്മൾ ഇങ്ങനെ റെട്ടൂണിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ വളം കൊടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് കൊടുക്കേണ്ടി വരും. ആ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചെടിക്ക് എടുക്കുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയും ഫോസ്ഫറസ് സോലിബിലൈസിംഗ് ബാക്ടീരിയയും അതേപോലെ തന്നെ പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയയും അതുപോലെ തന്നെ സിങ്ക് സോലിബിലൈസിംഗ് ബാക്ടീരിയ എല്ലാ മൈക്രോ ന്യൂട്രിയൻസിനും സോലിബിലൈസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചേർന്നിട്ടുള്ള എല്ലാം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം പെട്ടെന്ന് കന്നിനെടുക്കുന്ന രീതിയിലേക്ക് കിട്ടും. അപ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കൊണ്ടുവരാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഡ്രിപ്പ് കൂടി വളം കൊടുക്കുന്ന വെച്ചാൽ ഡ്രിപ്പ് കൂടി കൊടുക്കുന്ന വാട്ടർ സോലിബിൾ ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്രിഫിൻ ലിക്വിഡ് എന്നുള്ള രീതിയിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ 200 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് 200 ml എന്നുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടതാണ് വേരുകൾ. നല്ല രീതിയിലുള്ള വേരിൻ്റെ വളർച്ച കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ വാമ് കൂടെ ചേർത്ത് കൊടുക്കണം. വാമ് എന്ന് പറയുന്നത് ഏകദേശം 25 മുതൽ 40 ഗ്രാം വരെ 200 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു വളർച്ച കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ ഫോസ്ഫറസ് സോലിബിലൈസിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ വെച്ചാൽ മണ്ണിൻ്റെ അകത്ത് അവൈലബിൾ അല്ലാത്ത ഫോമിലുള്ള ഫോസ്ഫറസിനെ നമുക്ക് വലിച്ചെടുത്തിട്ട് ചെടിക്ക് കൊടുക്കും. വാമ് നമ്മളുടെ ഫീൽഡിൽ എവിടെയായാലും ശരി അലിഞ്ഞു കിടക്കുന്ന ഫോസ്ഫറസിനെ എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ നമുക്ക് എന്താ ചെടിയുടെ വളർച്ച നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടതെന്നാണ്, നമ്മളുടെ ഈ ഒരു വാഴയുടെ അകത്ത് നമ്മൾ റെട്ടൂണിംഗ് ആണ്. അതായത് ഒരു കൊല്ലത്തെ വിളവ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കന്നുകളെ നമ്മൾ രണ്ടാമതും കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കന്നിൻ്റെ അകത്തുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്താ വെച്ചാൽ പിണ്ടിപ്പുഴു അതേപോലത്തെ എന്തെങ്കിലും നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്കത് അടുത്തതിൻ്റെ അകത്ത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു സാനിറ്റേഷൻ വർക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുക? നമ്മൾ കീടനാശിനിയൊക്കെ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പ്യൂപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു സ്റ്റേജ് ഉണ്ടാവും, എഗ് സ്റ്റേജോ എന്തെങ്കിലും അതിനകത്ത് നല്ല നിൽക്കാൻ സ്റ്റേജ് ഒരു കാരണമായിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ഡീകമ്പോസിഷൻ ഇവിടെ നടത്തണം. അതായത് ഈ കാണുന്ന പഴയ ഒരു കണ്ടയല്ല ഡീകമ്പോസിഷൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ കൂടെ IPLൻ്റെ ആണ് പ്രീമിയം ഡീകമ്പോസർ. ഇങ്ങനെ റെട്ടൂണിങ് ചെയ്യുന്ന ആൾക്കാർ പ്രീമിയം ഡീകമ്പോസർ നമ്മൾ എന്താ ചെയ്യാൻ 1-2 പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? ദ്രവിപ്പിച്ചിട്ട് നമ്മളുടെ ഈ ഒരു വാഴയുടെ ചുറ്റുഭാഗത്തുള്ള മണ്ണിനൊക്കെ ഒരു സാനിറ്റൈസ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ കൃഷി കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കൊണ്ടുവരാൻ പറ്റും. അപ്പം പുതിയൊരു കാര്യമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.